നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നീ ഒരുപാട് വിഷമിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. നീ അറിഞ്ഞുകൊണ്ട് ഈ കുടുംബത്തിന് ഇന്നേ വരെ ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. പക്ഷെ എനിക്കങ്ങനെ പറയാൻ കഴിയില്ല. കുട്ടിക്കാലം മുതൽ അറിഞ്ഞോ അറിയാതെയോ ഞാൻ നിന്നെ വേദനിപ്പിച്ചിട്ടേ ഉള്ളൂ. ഇനിയെങ്കിലും നിന്നെ വേദനിപ്പിക്കാതെ മുന്നോട്ട് പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അതിന് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു കാര്യം ഞാൻ നിനക്ക് ഉറപ്പ് തരാം. ഞാൻ നിനക്കൊരു നല്ല ഭർത്താവാൻ പരമാവധി ശ്രമിക്കും. അമ്മയും നീയും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഞാൻ മുന്നിട്ടിറങ്ങും. എനിക്ക് അത്രേ ചെയ്യാൻ കഴിയൂ. മോളെ, എല്ലാം ഓക്കെ അല്ലേ? ഗിരി ലാപ്ടോപ്പിൽ എന്തോ ജോലി ചെയ്തോണ്ടിരിക്കുക. മഞ്ജു ആണെങ്കിൽ കുളിക്കാൻ കയറി. മഹിമ ടെറസിരുന്ന് പഠിക്കുക. അമ്മയോ? അടുക്കളയില്ല. അല്ല, ഭാനുമ്മയോട് നമ്മുടെ പ്ലാനിനെ പറ്റി പറയായിരുന്നു. ഏയ്, അതൊന്നും വേണ്ട. അമ്മ സമ്മതിക്കില്ല. അമ്മയ്ക്ക് എപ്പോഴും മാന്യത വിട്ടുള്ള കളികൾക്കൊന്നും വലിയ താല്പര്യമില്ല. സംഗതി വിജയിച്ചു കഴിഞ്ഞാൽ അമ്മയോടെല്ലാം പറയാം. നല്ലൊരു സർപ്രൈസ് ആവും. മോളെ, ഇത് എത്ര പവനുണ്ടാവും? 2 പവൻ കാണും. അതെ, ഇതും കൊണ്ട് മുങ്ങാൻ നിക്കരുത്. മഞ്ജു പോലീസാ. ഗിരിയേട്ടനെ കുറിച്ച് ഞാൻ പറയണ്ടല്ലോ. അയ്യോ, എന്താ മോളെ, നീ എന്നെ സംശയിക്കണോ? മതി മതി. പണ്ട് കുഞ്ഞാറ്റ ഈ ഏരിയയിലുണ്ടാക്കിയ പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അതൊക്കെ തിരിച്ചറിവില്ലാത്ത പ്രായത്തിൽ ചെയ്തു പോയതല്ലേ മോളെ. അതൊക്കെ ഇപ്പോഴും ഓർത്തു വെച്ചിരിക്കണോ? വെറുതെ ന്യായീകരണം പറഞ്ഞ് കഷ്ടപ്പെടണ്ട. പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. ഇത് മഹിമയുടെ ബാഗിലിടണം. അവളെ ഇവിടെ ഉള്ളവരുടെ മുന്നില് ഒരു കള്ളിയാക്കണം. മോളുടെ ബുദ്ധി ഞാൻ സമ്മതിച്ചു. ഒറ്റയടിക്ക് ആ മഹിമയെ വീട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യാം. അവളുണ്ടാക്കിയ വിശ്വാസത്തെയും തകർക്കാം. ഇനി അവള് എന്നെയും മുകുന്ദനെയും കുറിച്ച് എന്തെങ്കിലും കണ്ടുപിടിച്ചാൽ തന്നെ ഒരു കള്ളിയുടെ വാക്ക് ആര് വിശ്വസിക്കാനാ?
എന്നെയും മുകുന്ദനെയും ചേർത്തിട്ടുള്ള കഥകൾ മറന്ന് സമാധാനമായി സഞ്ജയുടെ കൂടെയുള്ള ജീവിതത്തിന് തയ്യാറെടുക്കാം. ഇപ്പൊ എനിക്ക് ഉറപ്പായി മോള് എങ്ങനെയാണെങ്കിലും ഗോപാൽജിയുടെ മരുമകളാകും. വേഗം ചെല്ല്. ഇപ്പൊ ആണെങ്കിൽ എല്ലാരും നല്ല തിരക്കിലാ. ആരും കാണില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം മാല ബാഗിൽ വെക്കാൻ. അക്കാര്യം ഞാൻ ഏറ്റുമോളെ. ചെല്ല്. കൃത്യമായിട്ടും മഹിമയുടെ ബാഗിൽ തന്നെ ഇട്ടു. ആരും കണ്ടില്ലല്ലോ? ഇല്ല. അതെ, മോള് സംശയിച്ച് നിൽക്കാതെ ആളെ വിളിച്ചു കൂട്ടാൻ നോക്ക്. അയ്യോ ഏട്ടാ, അമ്മേ, ഗിരിയേട്ടാ, ഓടി വരണേ. എന്താ മോളെ? എന്റെ മാല കാണാനില്ല അമ്മേ. മാല കാണുന്നില്ലെന്നോ? എന്താ പ്രശ്നം? ഇവളുടെ മാല കാണുന്നില്ലെന്ന്. കാണാനില്ലേ? നീ മുറിയിൽ ഒന്നുകൂടെ തെരഞ്ഞു നോക്ക്. നീ സാധനങ്ങളൊക്കെ മറന്നു വെക്കുന്നത് പതിവല്ലേ? ഞാൻ മറന്നതൊന്നും അല്ല. ഞാൻ കുളി കഴിഞ്ഞിടാൻ വേണ്ടി മാല മേശപ്പുറത്തെടുത്തു വെച്ചു. കുളി കഴിഞ്ഞു വന്ന് നോക്കുമ്പോ മാല അവിടെ ഇല്ല. എന്റെ 18ാമത്തെ പിറന്നാളിന് ഏട്ട് വാങ്ങി തന്ന മാലയാ അത്. നീ കരയാതെ, നമുക്കത് കണ്ടുപിടിക്കാം. വീടിന്റെ വാതിലേ എപ്പോഴും തുറന്നിടരുതെന്ന് ഞാൻ പറയാറുള്ളതല്ലേ. വല്ല കള്ളന്മാരും കേറി മോഷ്ടിച്ചു കാണും. പുറത്തുനിന്ന് ആരും വീട്ടിൽ കയറിയിട്ടില്ല. അങ്ങനെ വല്ലരും വന്നാൽ തന്നെ നമ്മൾ ആരെങ്കിലും കാണില്ലേ? പിന്നെ മാല എവിടെ പോയി? നമ്മുടെ വീട്ടിൽ പുതുതായിട്ട് കുറെ ആൾക്കാർ വന്നു കയറിയിട്ടുണ്ടല്ലോ. അവരെങ്ങാനും എടുക്കാനായിരിക്കും സാധ്യത. ഞാനാണ് മാല എടുത്തെന്നാണോ കുഞ്ഞാറ്റ പറയുന്നേ? അങ്ങനെ ആയിക്കൂടാന്നില്ലല്ലോ. കുഞ്ഞാറ്റ എന്തൊക്കെയായി പറയുന്നത്? മഹിമ അങ്ങനെയൊന്നും ചെയ്യില്ല. നിനക്കെന്താ ഇത്ര ഉറപ്പ്? ഇവള് നിന്റെ അനിയത്തിയൊന്നും അല്ലല്ലോ. കുഞ്ഞാറ്റ പറയുന്നതിലും കാര്യമുണ്ട്. ആ മാല കണ്ടപ്പോ ഇവൾ എന്നോടത് എത്ര പവനാണെന്നും എവിടുന്നാ മേടിച്ചെന്നൊക്കെ ചോദിച്ചതാ. അത് ശരി. അപ്പൊ നീ കൃത്യമായി പ്ലാൻ ചെയ്ത് മോഷ്ടിച്ചതാണല്ലേ? ഇവള് നുണ പറയുന്നതാ. ഞാൻ എപ്പോഴാ നിന്നോട് മാലയെപ്പറ്റി ചോദിച്ചേ? നീ അവളെ പേടിപ്പിക്കൊന്നും വേണ്ട. ഇവളല്ലേ എടുത്തെന്ന് തെളിയിക്കാൻ എളുപ്പമല്ലേ? ഇവളുടെ മുറി ഒന്ന് പരിശോധിച്ചാ മതി. എന്തിനാ? ഇവളങ്ങനെ സംശയിക്കരുത്. ഏട്ടനെന്താ ഇത്രയ്ക്ക് ഉറപ്പ്? 2 പവന്റെ മാലയാ അത്.
ഇവളെ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ പേടിക്കേണ്ട കാര്യമില്ലല്ലോ. പക്ഷെ ഇങ്ങനെ ചെയ്താൽ നമുക്ക് അവളെ വിശ്വാസമില്ലെന്നല്ലേ അർത്ഥം? എനിക്ക് അവളെ വിശ്വാസമില്ല. അതിനെന്താ കുഴപ്പം?